കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന കിഴക്കൊമ്പും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. കിഴക്കൊമ്പ് പിൻമറ്റം പാടശേഖരത്തിൽ ലയണൽ മെസ്സിയുടെ 23 അടി ഉയരമുള്ള കൂറ്റൻ കട്ടൗട്ട് ഉയർത്തി. പ്രായഭേദമില്ലാതെ 7ഉം 70ഉം വയസ്സുള്ളവർ ഒരുപോലെ ലോകകപ്പ് കാണാനുള്ള ആവേശത്തിലാണ്. ലോകകപ്പ് ഫുട്ബോൾ ആവേശം ലോകമെങ്ങും അലയടിക്കുമ്പോൾ കൂത്തട്ടുകുളത്തെ ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന കിഴക്കൊമ്പും ആവേശത്തിലാണ്. കിഴക്കൊമ്പിലെ അർജന്റീന ഫാൻസിന്റെ നേതൃത്വത്തിൽ കിഴക്കൊമ്പ് പിൻമറ്റം പാടശേഖരത്തിലാണ് പ്രിയതാരം ലയണൽ മെസ്സിയുടെ 23 അടി ഉയരമുള്ള കൂറ്റൻ കട്ടൗട്ട് ഉയർത്തിയിരിക്കുന്നത്. പ്രകൃതി ഭംഗി നിറഞ്ഞ പാടശേഖരത്തിന് നടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ കൂറ്റൻ കട്ടൗട്ട് ഇപ്പോൾ പ്രദേശത്തെ പ്രധാന ആകർഷണമായി മാറിയിരിക്കുകയാണ്. നാട്ടിൽ കളിയാരവങ്ങൾക്ക് യുവാക്കളുടെ പങ്കാളിത്തം കുറയുന്നു എന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഫുട്ബോളിനുള്ള ഭ്രാന്തമായ ആവേശം തെളിയിക്കുന്നതാണ് കിഴക്കൊമ്പിലെ കാഴ്ചകൾ. പ്രിയപ്പെട്ട താരത്തിന്റെ കട്ടൗട്ട് സ്ഥാപിക്കുന്നതിനായി നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾക്ക് പുറമെ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളായ സുഹൃത്തുക്കളും വലിയ തോതിൽ ധനസഹായം എത്തിച്ചു നൽകി. പ്രായഭേദമില്ലാതെ 7ഉം 70ഉം വയസ്സുള്ളവർ ഒരേപോലെ ലോകകപ്പ് കാണാനുള്ള ആവേശത്തിലാണ്. മുൻവർഷങ്ങളിലും കിഴക്കൊമ്പും പരിസരങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളും അലങ്കാരങ്ങളും സ്ഥാപിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഇത്രയും വലിയൊരു കട്ടൗട്ട് ഉയർത്തുന്നത് ഇത് ആദ്യമായാണെന്ന് കായികപ്രേമികളായ എൽബിൻ രാജു, ജോസ് തോമസ്, സിജു ഏലിയാസ് എന്നിവർ പറഞ്ഞു. നമ്മുടെ കിഴക്കൊമ്പിലും വേൾഡ് കപ്പിന്റെ ആവേശം വന്നിരിക്കുകയാണ്. അപ്പോൾ പണ്ട് കാലത്തും എല്ലാം നമ്മൾ ഫ്ലെക്സുകൾ വയ്ക്കുക, കട്ടൗട്ട് വയ്ക്കുക കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാലും ഈ വർഷമാണ് കിഴക്കൊമ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു 23 അടി ഞങ്ങളുടെ അർജന്റീന ഫാൻസിൻ്റെ മെസ്സിയുടെ കട്ടൗട്ടാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ആവേശത്തിലാണ്, വേൾഡ് കപ്പിൻ്റെ ആവേശമാണ്. ഇത്തവണ ആൾക്കാർ കുറവാണ്, ആളുകൾ കുറവാണ്. നമ്മളൊരു 10 പേര് 15 പേരെ ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്താണിത്. ഈ തവണത്തെ വേൾഡ് കപ്പ് എന്തായാലും ഞങ്ങൾ തന്നെ അടിക്കുമെന്നാണ് ഞങ്ങൾക്കൊരു പ്രതീക്ഷ. എൻ്റെ ഒരു എന്താ പറയുക, ഒരു തുടക്കമല്ല, ഞങ്ങളുടെ ഒരു ആഘോഷമായിട്ട് കാണുന്നത്. ഇവിടെ പൊതുവെ ചെറുപ്പം മുതലേ എല്ലാ കുട്ടികളും ഈ ഗ്രന്ഥശാലയുടെ ഗ്രൗണ്ടിൽ പന്തുകളിയുമായി സജീവമായി നിന്നിരുന്ന കുട്ടികളാണ്. അതിൽ പലരും ഇന്ന് നമ്മുടെ നാട്ടിലില്ല. എല്ലാവരും വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് അവരവരുടെ സ്ഥലങ്ങളിലായിരിക്കുന്നു ആണ്. അതുകൊണ്ട് തന്നെ അവരാണ് മുൻകൈ എടുത്ത് ഇത്തരൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുള്ള ഫണ്ട് അവർ തരികയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് എൻ്റെ അറിവിൽ ഏറ്റവും വലിയ ഫ്ലെക്സ് ഇതാണ്. ഈ നാട്ടിൽ ആദ്യമായി വെച്ചേക്കുന്ന ഒരു ഫ്ലെക്സും ഇത് തന്നെയാണ്. മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ട് ഉയർന്നതോടെ ഗ്രാമത്തിൽ ഫുട്ബോൾ യുദ്ധത്തിന് ആവേശം കൂടിയിട്ടുണ്ട്. ബ്രസീൽ അടക്കമുള്ള മറ്റു ടീമുകളുടെ ആരാധകരും തങ്ങളുടെ പ്രിയ താരങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകളും കട്ടൗട്ടുകളും സ്ഥാപിക്കാനുള്ള തിരക്കിലാണ്. ഇതോടെ വരും ദിവസങ്ങളിൽ കിഴക്കൊമ്പ് പ്രദേശം ആവേശപൂരത്തിന് വേദിയാകും. കളി കാണാൻ പ്രാദേശിക ക്ലബ്ബായ പയനിയർ ക്ലബ് ഒരുങ്ങിക്കഴിഞ്ഞു. ഫുട്ബോൾ ആരാധകർക്ക് ഒരുമിച്ചിരുന്ന ലോകകപ്പ് മത്സരങ്ങൾ തത്സമയം ആസ്വദിക്കാനുള്ള സൗകര്യം ഇത്തവണയും കിഴക്കൊമ്പ് പയനിയർ ക്ലബ്ബിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ വലിയ സ്ക്രീനിൽ കളി കാണുവാനും ഒന്നിച്ച് ആർപ്പ് വിളിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ക്ലബിൽ പൂർത്തിയായി വരുന്നു. ഗ്രാമീണ തനിമയെ ഫുട്ബോൾ ആവേശവും ഒന്നുചേരുന്ന കിഴക്കൊമ്പ് ഇനി വരും ദിവസങ്ങളിൽ ഉറക്കമില്ലാത്ത രാവുകൾക്കാകും സാക്ഷ്യം വഹിക്കുക. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.